Hi dears, welcome back to my YouTube channel. ഇത് നമ്മുടെ കൊല്ലത്ത് വന്ന ഒരു വണ്ടർഫോൾ ആണ് കേട്ടോ. വണ്ടർഫോൾ മീൻസ് വാട്ടർഫോൾ ആണ്. അടിപൊളി ഒരു വാട്ടർഫോൾ, പിന്നെ റൈഡ്സുകൾ, പിന്നെ ഒരു ബേർഡ്സ് പാർക്ക്, അങ്ങനെ കുറേ ഐറ്റങ്ങൾ, പിന്നെ സ്റ്റാളുകൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഒരു സംഭവമാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അഡൽട്ട്സിന് 200 റുപ്പീസും കിഡ്സിന് 150 ആണ് കേട്ടോ. കിഡ്സ് എന്ന് പറയുമ്പോൾ 5 to 10 ഇയേഴ്സിനാണ് 150, അതിന് മേലെയുള്ള കുട്ടികൾക്കൊക്കെ 200 വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇങ്ങനെ നടന്ന് ചെല്ല് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വണ്ടടിപ്പിക്കുന്ന രീതിക്കാണ് കേട്ടോ വാട്ടർഫോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റിയൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ വന്നൊരു ഫീലാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, ഒത്തിരി നീളത്തിലാണ് കേട്ടോ ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ റൈറ്റും ഉണ്ട്, ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു ടൈമിൽ ഒരു സൈഡേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് സമയം വർക്കായി നിന്ന് വെള്ളമെല്ലാം ഇതേപോലെ പോയിട്ട് പിന്നെ അവിടെ ഓഫാക്കിയിട്ടാണ് അടുത്തടുത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈനിന് മേലെ കയറാൻ പാടില്ല. അതിന് താഴെ നിന്ന് കുട്ടികൾക്ക് കുളിക്കുകയോ കളിക്കുകയോ എന്താണെന്ന് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികളാണ് കേട്ടോ. എൻ്റെ മക്കളുണ്ട്, കസിൻ്റെത്, നൈബറുടെ കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെള്ളമല്ലേ, പ്രത്യേകിച്ച് അവരുടെ ഫേവറേറ്റ് സംഭവമാണല്ലോ വെള്ളം. എപ്പോഴും വെള്ളത്തിൽ കളിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റല്ലേ കുട്ടികൾക്ക്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടിട്ട്. പിന്നെ അവിടെ അനൗൺസ് ചെയ്യുക കേട്ടോ, റെഡ് ലൈനിന് മേലെ പോവുകയാണെങ്കിൽ റെഡ് ലൈനിന് മേലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഓൾറെഡി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ വേണ്ടി നല്ല ഗ്രിപ്പുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ ഇങ്ങനെ തോന്നും, പക്ഷേ അങ്ങനെ ഒന്നുമില്ല, നല്ല ഗ്രിപ്പാണ് കേട്ടോ. പിന്നെ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, റൈറ്റ് സൈഡിൽ വെള്ളം വന്നിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ വൺ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഫുള്ള് വരുന്നത്. അതാണ് കേട്ടോ. ഇപ്പോൾ അവിടുത്തെ കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും കൂടി പിന്നെ ഇങ്ങോട്ടേക്ക് ചാടിയതാണ് കേട്ടോ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ഒട്ടും അലൗ ചെയ്യുന്നില്ല ചെരുപ്പ് നമ്മൾ പുറത്ത് ഊരിയിട്ടിട്ട് വേണം ഇതിൽ കയറാനെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ മേലെ കയറുന്നുണ്ടായിരുന്നു. കാണുകയാണെങ്കിൽ അവർ തന്നെ അനൗൺസ് ചെയ്യും ചെരുപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ, നല്ല തണുപ്പും കാറ്റും, നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ വന്ന് നിന്നിട്ട് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അതുപോലെ കാല് നനയ്ക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ദേഹമൊക്കെ ഇങ്ങനെ വെള്ളം വീണിട്ട് ഇങ്ങനെ നനയുന്നുണ്ടായിരുന്നെങ്കിലും നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകുന്നുണ്ട് കേട്ടോ. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കുളിച്ച് കളിച്ച് അവിടെ കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെവിയിലൊക്കെ വെള്ളം കയറുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഒരു 6 മണി ആ ഒരു സമയമൊക്കെ ആയി കേട്ടോ. അപ്പോഴേക്കും ലൈറ്റൊക്കെ ഓണായി. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഭംഗിയായിരുന്നു. നമ്മൾ വന്നതിൽ നിന്നും കുറച്ചും കൂടി രസം തോന്നിയത് ഈ ലൈറ്റ് സെറ്റിങ്ങൊക്കെ വന്നപ്പോഴാണ് കേട്ടോ. നല്ല കളറിലുള്ള ലൈറ്റ് സെറ്റിങ്ങൊക്കെ കണ്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ.
പിന്നെ കുട്ടികളെ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഇവിടെ ആയതുകൊണ്ട്. അതിന് ശേഷം ഇതിനൊരു ടൈമുണ്ട് കേട്ടോ സ്കൈ ഡൈനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മേലിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കുട്ടികളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയ മടിയായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും വന്നു. അതിനുശേഷം ഒരു ഡ്രസ്സിങ് റൂമുണ്ട്. നമ്മൾ പിന്നെ ഡ്രസ്സിങ് റൂമൊന്നും വേണ്ടി വന്നില്ല, കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് നമ്മൾ തന്നെ അവിടെ നിർത്തി കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ ചേഞ്ച് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷം പിന്നെ പോണത് സ്കൈ ഡൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ സ്കൈ ഡൈനിങ്ങിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളവിടെ ബുക്കിംഗ് എന്നും പറഞ്ഞ് അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാനായിട്ട് പോയപ്പോൾ ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. അവർ വരുന്നതിന് ശേഷം അടുത്ത ആൾ കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് ഇവിടെ ഒരു DJ-യുടെ ഒരു ഡാൻസിങ് സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കുട്ടികളെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആക്കി. അപ്പോൾ അവിടെ ഒരുപാട് പേര് നിന്ന്, വലിയ ആൾക്കാരും കുട്ടികളും എല്ലാവരും അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അടിപൊളി DJ സോങ്സുകളായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചതിൻ്റെത് അവരുടെ ഇത്രയും ഒരു ഏജിൽ ഇത്രയും വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ കുട്ടികൾ ഇതിനകത്ത് കയറി എല്ലാവരെയും പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് നോക്കി, എല്ലാവരെയും ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ മക്കൾ നല്ല രീതിക്ക് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മേലേക്ക് പോയ ആൾക്കാരൊക്കെ താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു കേട്ടോ ഇത്, സ്കൈ ഡൈനിങ്ങിന് കയറണം എന്നുള്ളത്. അങ്ങനെ അതാ സ്കൈ ഡൈനിങ് താഴെ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ കയറാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ കയറി. അപ്പോൾ അടിപൊളി ഒരു ചെയറാണ് കേട്ടോ. ആ ചെയറിൽ ബെൽറ്റ് ഉണ്ട്. നമുക്ക് ആ ബെൽറ്റ് അവർ തന്നെ വന്ന് നമുക്ക് ഇട്ട് തരും കേട്ടോ. അതിനുശേഷം ആ ചെയറെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റി കാണാൻ പറ്റും. അതായത് അത് ഇങ്ങനെ റൗണ്ട് ചെയറാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും ഒക്കെ നമുക്ക് നോക്കാനും എല്ലാം പറ്റും. അങ്ങനെ നമ്മൾ അതിൽ കയറി എല്ലാവരെയും ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികളുള്ളവർക്ക് ഇതിനകത്താണ് കേട്ടോ. അവർക്ക് പക്ഷേ ഒത്തിരി വ്യൂ ഇങ്ങനെ കാണാമെങ്കിലും താഴേക്ക് നോക്കാനോ അങ്ങനെയെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന നമുക്കൊക്കെ അത് പറ്റുമായിരുന്നു, പക്ഷേ ഇവർക്കത് പറ്റില്ല. പിന്നെ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഈ സ്കൈ ഡൈനിങ്ങിന് മേളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ജ്യൂസ് പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മാംഗോ ജ്യൂസാണ് അവർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് താഴേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആയിരുന്നു. കാരണം ഈ വാട്ടർഫോൾ തന്നെ നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ തന്നെ എന്ത് ഉയരത്തിലാണെന്നറിയോ. അപ്പോൾ അതിനെയൊക്കെ കാട്ടി ഒത്തിരി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ കാണുമ്പോൾ. കാരണം ഒത്തിരി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ. പിന്നെ നമ്മൾ മേലേക്ക് കയറുമ്പോഴും താഴേക്ക് കയറുമ്പോഴും ഒട്ടും പേടി തോന്നുന്നില്ല. കാരണം മെല്ലെയാണ് നമ്മൾ മേലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ താഴേക്ക് വരുന്നതും ഭയങ്കര സ്ലോലിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഡയറക്റ്റ് താഴേക്ക് നോക്കാൻ കഴിയില്ല. കാരണം താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാല് തന്നെ നമുക്ക് വെക്കാനായിട്ടുള്ളൊരു സംഭവമില്ല. കാലിങ്ങനെ താഴെ ജസ്റ്റ് ഇങ്ങനെ അല്ലാതെ കിടക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈ കാലിങ്ങനെ തന്നെ ഇട്ടിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. അപ്പോൾ നമുക്ക് എന്തോ ഒരു പേടി പോലെ തോന്നും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഡയറക്റ്റ് താഴേക്ക് നോക്കാതിരുന്നാൽ മാത്രം മതി.
പിന്നെ നമ്മളവിടെ നിന്ന് കുറേ സമയം മേലെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്കാണ് കേട്ടോ വരുന്നത്. താഴെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് പോണത് ഇതായി ബേഡ്സ് പാർക്കിലേക്കാണ്. ബേഡ്സ് പാർക്കിലേക്ക് കയറുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് ബേഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഏതൊക്കെയോ ബേഡ്സുകളുണ്ട്, ഇതിൻ്റെ ഒന്നും പേരൊന്നും തന്നെ അറിയത്തില്ല. ഒരുപാട് വെറൈറ്റി ബേഡ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ കുറേ ബേഡ്സുകൾ. പിന്നെ നമുക്കതിന് പിന്നെ ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും. പിന്നെ ഞാൻ അതിനായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മങ്കി ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് നിന്നത്. അപ്പോൾ ആ മങ്കിയുടെ സെക്ഷനിലേക്കാണ് പിന്നെ നമ്മൾ പോകണം. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആണ് കേട്ടോ, അവിടെയാണ് ഈ മങ്കിയും സ്നേക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ബേഡ്സുകളുണ്ട്. എല്ലാവരും ബേഡ്സിന് ഇങ്ങനെ ഫുഡ് കൊടുക്കുകയും അത് പറന്ന് കയ്യിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത്. ഈ ഒരു സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കുറേ ബേഡ്സും ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മങ്കി നോക്കിയപ്പോൾ മങ്കി നമ്മൾ കയ്യിൽ തരുന്നതിന് 500 ആണ് കേട്ടോ പെർ ഹെഡ്, അതായത് ഒരാൾക്ക്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മങ്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മങ്കിയെ പിടിക്കണമെങ്കിൽ അറിയാമല്ലോ, അങ്ങനെ പിന്നെ അതിന് നിന്നില്ല. അപ്പോൾ ഞാൻ സ്നേക്കിനെ ഒന്ന് എടുത്താലോ എന്ന് എഴുതിയിട്ട് സ്നേക്കിന് 100 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ സ്നേക്കിനെ പിടിച്ചു. അങ്ങനെ വെച്ചപ്പോൾ മോക്കും അതുപോലെ സ്നേക്കിനെ പിടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, എങ്കിലും പിന്നെ ആ പേടി അങ്ങ് മാറി. പിന്നെ അവൾ അതിനെ പിടിച്ചുകൊണ്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേറെ ആരും തന്നെ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മോനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് പിന്നെ ഇതുപോലെ കുറേ വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ കുറച്ച് വണ്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതും ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, നല്ല വലുതാണ് കേട്ടോ സംഭവം. ഈ വണ്ടൊക്കെ തന്നെ എനിക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമ്മൾ വരുമ്പോൾ കാണുന്നത് സ്ക്യൂബ ഡൈവിങ്ങും പിന്നെ മെർമെയ്ഡും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഒരു ഫെസ്റ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ സ്ക്യൂബ ഡൈവ് ചെയ്യുന്നതും മെർമെയ്ഡും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതും ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പഴയ കാലത്തൊക്കെയുള്ള ഒരു കപ്പലാണെന്ന് തോന്നുന്നു. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല, കപ്പൽ തന്നെയെന്ന് തോന്നുന്നു. അതും അതിൻ്റെ മേലെ കയറി നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അവിടെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയും കുറേ ആൾക്കാരൊക്കെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റാൾ തുടങ്ങുകയാണ് കേട്ടോ. ഐസ്ക്രീം സ്റ്റാളും സ്നാക്സിൻ്റെതും അങ്ങനെ പറയേണ്ട എല്ലാ ഐറ്റങ്ങളുടെയും സ്റ്റാളുകൾ. പക്ഷേ ഒരുപാട് തന്നെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെയും ഒക്കെയുള്ള സംഭവങ്ങളും എല്ലാം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഒന്നും തന്നെ നിന്നില്ല, നേരെ നമ്മൾ അവിടെ നിന്ന് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് വരുമ്പോൾ ഇതുപോലെ ഫുഡ് കോർട്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും ഐസ്ക്രീം സെക്ഷൻ ഉണ്ടപ്പോൾ പിന്നെ രക്ഷയില്ല, ഐസ്ക്രീം വേണം. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് ബേൽപൂരിയും പാനിപൂരിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാവ് ബജിയാണ് മേടിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല, കണ്ടിട്ട് ഒരു സുഖം തോന്നിയില്ല, അതുകൊണ്ട് തന്നെ അത് നമ്മൾ മേടിച്ചില്ല. ഈ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ബേൽപൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാനിപൂരിയും മേടിച്ചു. പക്ഷേ രണ്ടും അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഗോബി മഞ്ചൂരിയൻ അങ്ങനെ അത് മേടിച്ചു, കടല അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെയും ഈ 90s ഉള്ള പഴയ 90s 80s ഉണ്ടാവും തോന്നുന്നു, എൻ്റെയൊക്കെ ടൈമിനുണ്ടായിരുന്ന പഴയകാല കുറേ മിഠായികളുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കണം. ഇപ്പം നമ്മളത് ഇറങ്ങിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ റൈഡിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോണത്. ഈ ടോയുടെ സെക്ഷനിലൊക്കെ എത്തിയപ്പോൾ മക്കൾക്ക് എല്ലാം ടോയ്സ് വേണം, പക്ഷേ ആർക്കും തന്നെ മേടിച്ചു കൊടുക്കാൻ നിന്നില്ല. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോണത് റൈഡുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആൾക്ക് ഈ സംഭവം കണ്ടപ്പോൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ ഒരാളെ നമ്മൾ അതിനകത്താക്കി, അവൻ മാത്രമാണ് കേട്ടോ അതിൽ കയറിയത്. മറ്റുള്ള പിള്ളേർക്ക് വേറെ റൈഡുകൾ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ അതാണ് കേട്ടോ മോന് അതിൽ കയറി. അവനിക്കത് ഒരുപാട് ഇഷ്ടമായി, അവൻ അതിനകത്ത് എൻജോയ് ചെയ്ത് കേട്ടോ. അപ്പോൾ മറ്റുള്ള പിള്ളേർ അതിനകത്തിട്ട് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരടുത്ത് നീങ്ങിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ അവിടെ ആക്കിയിട്ട് പിന്നെ ഞാൻ മറ്റുള്ള പിള്ളേരുമായിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ജയൻറ്റ് വീൽ വരുന്നത്. അപ്പോൾ വേറെ 2 പേർക്ക് വേറെ ഒരു സംഭവത്തിൽ കയറണമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോയി. ഈ ജയൻറ്റ് വീലിൽ ഞാനും എൻ്റെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കയറിയത്. മറ്റുള്ളവർക്കൊക്കെ അതിൽ കയറാൻ പേടിയായിരുന്നു, അവരൊക്കെ മാറി നിന്നു. അപ്പോൾ അവരൊക്കെ വേറെ റൈഡിലേക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കയറിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. മേലിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴുള്ളൊരു ചെറുതായിട്ടൊരു പേടി തോന്നും, പിന്നെ അതങ്ങ് മാറും കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ വന്നത് വേറൊരു റൈഡിൽ എല്ലാവർക്കും കൂടി കയറാൻ വേണ്ടിയിട്ട് വേറൊരു റൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ റൈഡിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ തലകറക്കം ഉണ്ടാകുന്ന ഒരു റൈഡാണെന്നുള്ളത് കേട്ടോ. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല, കാരണം വയറൊക്കെ ഇട്ട് കുലുക്കി തലയെല്ലാം മറിഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങി വരുന്നത് കേട്ടോ. പിന്നെ ഇത് കുറച്ച് പഴയകാല മിഠായികളാണ്. ഇതൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിനൊക്കെ ഉണ്ടായിരുന്ന മിഠായികൾ കണ്ടപ്പം ഒരു ക്രേസ് തോന്നി.
അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മിഠായികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 20 രൂപയുള്ളൂ കേട്ടോ ഓരോ പാക്കറ്റിനും. പിന്നെ അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഓർമ്മകളെല്ലാം മിഠായികളെല്ലാം കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അതൊക്കെ കളക്ട് ചെയ്ത് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ടൈം 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.